ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. സംസ്ഥാനത്ത് 52,067 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ഇന്ന് 9,016 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 3 ജില്ലകളിൽ രോഗികളുടെ എണ്ണം 1000 കടന്നു. 26 മരണങ്ങൾ കൂടി ഇന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 1139 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 127 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 7,464 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,321 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 104 ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 7,991 പേർ രോഗമുക്തി നേടി. 96,004 പേരാണ് രോഗം സ്ഥിരീകരിച്ച് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 2,36,989 പേർ ഇതുവരെ രോഗമുക്തി നേടി. ഇന്ന് 8 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഇതോടെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 633 ആയി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 2,76,900 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 2,51,000-ലേറെ പേർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 20,000-ഓളം പേർ ആശുപത്രികളിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. 2,09,071 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരത്ത് ഇന്ന് 848 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ മൊത്തം ചികിത്സയിലുള്ളവരുടെ എണ്ണം 10,762 ആയി. പാലക്കാട് 688, കണ്ണൂർ 464, കോട്ടയം 411, കാസർഗോഡ് 280, പത്തനംതിട്ട 203, ഇടുക്കി 140, വയനാട് 121 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ കണക്ക്. മലപ്പുറം ജില്ലയിലാണ് ഇന്ന് അധികം പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചത്. 1,519 പേർ. ഇതോടെ ജില്ലയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 8,805 ആയി. ജില്ലയിൽ ഇതുവരെ 38,747 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 29,825 പേർക്കും രോഗം ഭേദമായി. 109 മരണവും ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. തൃശൂരിൽ ഇന്ന് 1,109 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 9,500 കടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്. ഇന്ന് സംസ്ഥാനത്തു തന്നെ ഏറ്റവുമധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 2ാം സ്ഥാനത്തേക്കാണ് ഇന്ന് തൃശൂർ ജില്ല എത്തി നിൽക്കുന്നത്. 1,109 പേർക്ക് കൂടിയാണ് ഇന്ന് കോവിഡ്-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ 1,227 പേർ ഇന്ന് രോഗമുക്തരായിട്ടുണ്ട്. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 9,320 ആയി ഉയർന്നിരിക്കുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 27,000 എത്തി നിൽക്കുമ്പോൾ അസുഖബാധിതരായ 17,000-ഓളം പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രികളിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുള്ളത്. ഇന്നുണ്ടായ മുഴുവൻ കേസുകളും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ ഇന്ന് 1,022 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 12,207 ആയി. രോഗം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് ജില്ലാ ഭരണകൂടം. വിശദാംശങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ NC ജയചന്ദ്രൻ. എറണാകുളം ജില്ലയിൽ കോവിഡ്-19 വ്യാപിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണ പ്രവർത്തനങ്ങളുടെ നിരീക്ഷണം ശക്തമാക്കാൻ ജില്ലാ ഭരണകൂടം സെക്ടറൽ മജിസ്ട്രേറ്റുമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. 45 ഉദ്യോഗസ്ഥന്മാരെയാണ് സെക്ടറൽ മജിസ്ട്രേറ്റ് ചുമതല നൽകി അധികമായി നിയമിച്ചത്. നിലവിലുള്ള 119 പേർക്ക് പുറമെയാണിത്. ഒരു സെക്ടറൽ മജിസ്ട്രേറ്റ് 30 മുതൽ 40 പരിശോധനകൾ വരെ നടത്തണം. പൊതുയിടങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, വിവാഹ ചടങ്ങുകൾ, മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇവർക്ക് ജില്ലാ കളക്ടർ S. സുഹാസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ഇന്ന് 1,022 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 525 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 926 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 896 പേർക്കും രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെയാണ്. 25 പേരുടെ ഉറവിടം വ്യക്തമല്ല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒരു ദിവസം 1000-ലേറെ പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 900-ഓളം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. ഇന്ന് ജില്ലയിൽ 926 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 25 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 896 പേർക്കാണ് രോഗം ബാധിച്ചത്. കോർപ്പറേഷനിൽ സമ്പർക്കത്തിലൂടെ 397 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോഴിക്കോട് നഗരത്തോട് ചേർന്ന ഫറോക്ക് മുനിസിപ്പാലിറ്റിയിലും ഒളവണ്ണയിലും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചു. വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ എത്തിയവരിൽ 4 പേർക്കുമാണ് പോസിറ്റീവായത്. 11.32% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ചികിത്സയിൽ കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 11,183 ആണ്. 8 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. 1,057 പേർ കൂടി രോഗമുക്തി നേടി. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 629 പേരിൽ 604 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 17 പേരുടെ ഉറവിടം വ്യക്തമല്ല. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 6,682 ആയി. കൊല്ലം ജില്ലയിൽ ഇന്ന് 656 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 7,288 ആയി.
ടെസ്റ്റുകൾ നടത്താതെ രോഗവ്യാപനം മറച്ചുവെക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കോവിഡ് നിയന്ത്രണത്തിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ ഇന്ത്യയിൽ കേരളം ഒന്നാമതായി കഴിഞ്ഞു. ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാത്തതുമൂലം കൃത്യമായ രോഗവിവരങ്ങൾ ലഭിക്കുന്നില്ല. ടെസ്റ്റുകളുടെ എണ്ണം 1 ലക്ഷമായി ഉയർത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ കോവിഡ് സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി. പ്രതിരോധ പ്രവർത്തനങ്ങൾ, കോവിഡ് വാക്സിന്റെ നിർമ്മാണം, വിതരണം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം ക്രമാതീതമായി കുറയുകയാണ്. 3 കോവിഡ് പ്രതിരോധ വാക്സിനുകൾ വികസനത്തിന്റെ അന്തിമഘട്ടത്തിലാണ്. ഇതിൽ 2 രണ്ടാം ഘട്ടത്തിലും 1 മൂന്നാം ഘട്ടത്തിലേക്കും കടന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു. കോവിഡ് പ്രതിരോധ വാക്സിൻ ലോകത്താകമാനമുള്ള ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, നിതി ആയോഗ് ആരോഗ്യ വിഭാഗം അംഗം, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോവിഡ് മഹാമാരി മുഖ്യ ചർച്ചാ വിഷയമാകുന്ന ഗ്രാൻഡ് ചലഞ്ചസ് ആനുവൽ മീറ്റിംഗ് 2020നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച അഭിസംബോധന ചെയ്യും. വൈകിട്ട് 7:30 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകരും ശാസ്ത്രജ്ഞരുമാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. മഹാമാരിയെ നേരിടുന്നതിനെക്കുറിച്ചും പ്രതിസന്ധിക്ക് ശേഷം നടപ്പാക്കേണ്ട സുസ്ഥിര വികസന പദ്ധതി സംബന്ധിച്ചുമാകും സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്യുക. ആരോഗ്യ വികസന മേഖലകൾ നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ചാണ് കഴിഞ്ഞ 15 വർഷമായി ഗ്രാൻഡ് ചലഞ്ചസ് ആനുവൽ മീറ്റിൽ ചർച്ച ചെയ്യുന്നത്. ഒക്ടോബർ 21 വരെ നീളുന്ന സമ്മേളനത്തിൽ ലോക നേതാക്കളടക്കം 40 രാജ്യങ്ങളിൽ നിന്നുള്ള 1600 പ്രതിനിധികൾ പങ്കെടുക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. റഷ്യ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ സ്പുട്നിക് 5ന് 2ഉം 3ഉം ക്ലിനിക്കൽ പരീക്ഷണം ഇന്ത്യയിൽ നടത്താൻ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകി. റഷ്യയിൽ ഇതിന്റെ 1ഉം 2ഉം ക്ലിനിക്കൽ പരീക്ഷണം പൂർത്തിയായിരുന്നു. നിലവിൽ 3ാം ഘട്ട പരീക്ഷണമാണ് റഷ്യയിൽ തുടരുന്നത്. രാജ്യത്തെ വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിന് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ജനങ്ങളുമായി സംവദിക്കും. നാളെ വൈകിട്ട് 5ന് ഫേസ്ബുക്ക് ലൈവിൽ ലഭ്യമാക്കും. മഹാനവമി, വിജയദശമി അവധി ദിനങ്ങളോടനുബന്ധിച്ച് തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കെഎസ്ആർടിസി പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ബാംഗ്ലൂർ, മൈസൂർ എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലെ വിവിധ ഇടങ്ങളിലേക്കും കേരളത്തിൽ നിന്ന് കൊല്ലൂർ, മൂകാംബികയിലേക്കും തിരിച്ചും യാത്രക്കാരുടെ തിരക്ക് അനുഭവപ്പെടാനിടയുള്ള സാഹചര്യത്തിലാണ് സർവീസുകൾ ആരംഭിക്കുന്നത്. ഇതിനായി ഓൺലൈൻ റിസർവേഷൻ സൌകര്യം ഏർപ്പെടുത്തും. ഒക്ടോബർ 21 മുതൽ നവംബർ 3 വരെയാണ് സർവീസുകൾ. കാസർഗോഡ് ജില്ലയിലെ മഞ്ഞംപൊതിക്കുന്ന് വിനോദസഞ്ചാര പദ്ധതി നിർമ്മാണത്തിന് നവംബർ ആദ്യവാരം തുടക്കമാകും. ആകാശവാണി കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രൊജക്ട് 4,97,50,000 രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തുന്നത്. മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ പദ്ധതി അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് മറ്റൊരിടത്തുമില്ലാത്ത വാന നിരീക്ഷണ വിനോദസഞ്ചാര പദ്ധതി ഉൾപ്പെടുന്ന മഞ്ഞമ്പതിക്കുന്ന് ടൂറിസം പദ്ധതി സമയബന്ധിതമായി കുറ്റമറ്റ രീതിയിൽ പൂർത്തിയാക്കണമെന്ന് മന്ത്രി പറഞ്ഞു. മലമുകളിൽ ആധുനിക ടെലസ്കോപ്പ് സ്ഥാപിച്ച് വാന നിരീക്ഷണത്തിന് സൌകര്യമൊരുക്കും. മഞ്ഞ് പൊഴിയുന്ന മഞ്ഞമ്പതിക്കുന്നിന്റെ സൌന്ദര്യം ആവോളം നുകരാൻ ഉതകുന്നതാണ് പദ്ധതി. പ്രകൃതിക്ക് കോട്ടം വരാതെ പദ്ധതി യാഥാർത്ഥ്യമാക്കും. വാന നിരീക്ഷണത്തിന് അവസരമൊരുക്കി വിദ്യാർത്ഥികളിൽ ശാസ്ത്രാഭിമുഖ്യം വളർത്തുന്നതിന് പദ്ധതി ഉപകരിക്കും. ടൂറിസം വകുപ്പിന്റെ അംഗീകൃത ആർക്കിടെക്ട്മാരാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. ഡിടിപിസി കാര്യം നടത്തിപ്പ് ചുമതല. IPL ക്രിക്കറ്റിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ജയം. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ 7 വിക്കറ്റിനാണ് ബാംഗ്ലൂർ ജയിച്ചത്. രണ്ടാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുകയാണ്. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ചെന്നൈ 19 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസ് നേടിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.